റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കേരള പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാമിൽ മെഷീനുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ അഴിമതിയെന്ന ആരോപണം. പുതിയത് വാങ്ങാൻ 21 ലക്ഷം രൂപ മതിയെന്നിരിക്കെ 40 ലക്ഷം രൂപ ചെലവിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് നീക്കം. തൊഴിലാളി യൂണിയൻ വിജിലൻസിനും കൃഷിമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. 9 മെഷീനുകൾ അറ്റകുറ്റപ്പണി നടത്താൻ ടെൻഡർ കൊടുത്തതിന്റെ രേഖകളും അതിന്റെ പകുതി വിലയ്ക്ക് പുതിയ മെഷീൻ സ്ഥാപിച്ചു തരാമെന്ന് അതേ കമ്പനി നൽകിയ ക്വട്ടേഷൻ രേഖകളും റിപ്പോർട്ടറിന് ലഭിച്ചു. 2010-11 കാലയളവിലാണ് ഓയിൽ പാം മാനേജ്മെന്റ് വെച്ചൂര് റൈസ് മിൽ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. ആ ഘട്ടത്തിൽ തന്നെ തൊഴിലാളി യൂണിയനുകൾ കടുത്ത പ്രതിഷേധം അറിയിച്ചതാണ്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം പുതിയൊരു വർക്ക് ഓർഡർ വന്നിരിക്കുകയാണ്. 40 ലക്ഷം രൂപയ്ക്ക് റൈസ് മില്ലിൽ മെയിൻ്റനൻസ് പണികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ 20-22 ലക്ഷം രൂപ മുതൽ മുടക്കിയാൽ ഈ പുതിയ മെഷീനറികൾ മേടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് അതേ മെഷീനറികൾ 40 ലക്ഷം രൂപയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ ഓയിൽ പാം മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഇതിൽ ഓയിൽ പാം എംപ്ലോയീസ് സെൻ്ററിൻ്റെ കടുത്ത പ്രതിഷേധം അറിയിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്ന റൈസ് മില്ലിൻ്റെ മെയിൻ്റനൻസുമായി മുന്നോട്ട് പോകുന്ന നടപടി പുനഃപരിശോധിക്കണം. ഇതിൽ വകുപ്പ് മന്ത്രി ഇടപെടണമെന്നാണ് ഈ തരുണത്തിൽ ആവശ്യപ്പെടാനുള്ളത്. വിവരങ്ങളുമായി ടി വി പ്രസാദ് നമുക്കൊപ്പം. ടി വി പ്രസാദ്, വാങ്ങാൻ ചെലവാകുന്നതിനേക്കാൾ തുക അറ്റകുറ്റപ്പണിക്ക് ആകുമെന്നിരിക്കെ അറ്റകുറ്റപ്പണി മതി എന്ന തീരുമാനം ആരുടേതാണ്? അതാണല്ലോ അഴിമതിയിലേക്ക് നയിക്കുന്നത്. അത് കമ്പനി MD-യുടേതാണ് എന്നാണ് തൊഴിലാളികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജിയ, നേരത്തെ 12 കോടിയിലേറെ ലാഭത്തിലുണ്ടായ ഒരു സ്ഥാപനമായിരുന്നു 2021-22 24-25 കോടികൾ നഷ്ടത്തിലായി എന്ന വിവരങ്ങളാണ് തൊഴിലാളികളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും സുജയ പറഞ്ഞതുപോലെ ഒരു കൗതുകമുള്ള കണക്കാണ് ഓയിൽ പാമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. വെച്ചൂർ റൈസ് മിൽസ്, അതായത് നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തുന്ന യന്ത്രങ്ങളാണ് 9 എണ്ണം. അത് 2011 സ്ഥാപിച്ചതാണ്. 15 വർഷം കഴിഞ്ഞാൽ അത് സാധാരണ യൂസ് ആൻഡ് ത്രോ ആണ് സുജി. അതായത് അറ്റകുറ്റപ്പണിക്ക് നിൽക്കില്ല. ചൈനീസ് കമ്പനിയാണ്. ആ കമ്പനിയുടെ മെഷീൻ സ്ഥാപിച്ച അതേ കമ്പനിക്ക് തന്നെയാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കുള്ള ചുമതല നൽകിയതും കരാർ നൽകിയതും. 40 ലക്ഷം രൂപയാണ് 2 വർക്ക് ഓർഡറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരം 40 ലക്ഷം രൂപയാണ്. അതേ സ്പെസിഫിക്കേഷനുള്ള യന്ത്രങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ 27.5 ലക്ഷം രൂപ മാത്രമാണ് അതിൽ വില കണ്ടത്. അങ്ങനെയാണ് ഇതേ കമ്പനിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നതും കൊട്ടേഷൻ കൊടുക്കുന്നതും. അതേ കമ്പനിയുടെ സാധനങ്ങൾ പുതിയത് വാങ്ങിക്കാൻ, മെഷീനറി പുതിയത് വാങ്ങിക്കാൻ എത്രയാകും എന്നുള്ളതാണ് കൊട്ടേഷൻ പ്രകാരം നമ്മൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ ചോദിച്ച സമയത്താണ് വെറും 21 ലക്ഷം രൂപയ്ക്ക് പുതിയ മെഷീൻ സ്ഥാപിക്കാൻ കഴിയും. അവിടെയാണ് 40 ലക്ഷം രൂപയ്ക്ക് അറ്റകുറ്റപ്പണി നടത്താനുള്ള തീരുമാനം. തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇതിനകം തന്നെ 2 മാസം മുമ്പ് തന്നെ വിജിലൻസിനും കൃഷിമന്ത്രി P. പ്രസാദിനും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് 2 ഷിഫ്റ്റിൽ ഇപ്പോൾ ഒരു തടസ്സവുമില്ലാതെ ഈ മെഷീൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എന്തിനാണ് ഇത്ര വലിയ തുക ചെലവഴിച്ചുകൊണ്ടുള്ള അറ്റകുറ്റപ്പണി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അങ്ങനെയെങ്കിൽ ഈ 21 ലക്ഷം രൂപ കൊടുത്ത് എന്തുകൊണ്ട് പുതിയ മെഷീൻ വാങ്ങിക്കുന്നില്ല എന്ന ചോദ്യമാണ് തൊഴിലാളികൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത്. സുജയ, ഓക്കെ, എന്തായാലും ഈ അഴിമതിയുടെ കൂടുതൽ കഥകൾ പുറത്തുവരട്ടെ. താങ്ക് യു ടി വി പ്രസാദ്.